വേടൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഇറങ്ങുമോ? ഞാൻ പറയുന്നത് വേടൻ ഓഫ് കോഴ്സ് രാഷ്ട്രീയമുണ്ട്, വേടൻ സംസാരിക്കുന്നത് അടിപൊളി രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞത് അതല്ലാത്തൊരു ഒരു കക്ഷി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. ഈ കക്ഷി രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരനെ. ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ, അത് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ എൻ്റെ എല്ലാ അമ്മമാരും ഇലക്ഷനിൽ നിൽക്കുക, പല പല പാർട്ടികളിൽ. എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മ, അതിൻ്റെ സുഹൃത്തിൻ്റെ അമ്മ, എൻ്റെ സാരഥി ഉണ്ട് നമ്മുടെ പുള്ളിക്കാരൻ്റെ അമ്മ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇലക്ഷനൊക്കെ. എല്ലാവരും പോയി കാണണം. എല്ലാവരും പല പല അമ്മമാരുടെ മത്സരങ്ങളാണ് നടന്നത്. വോട്ട് പിടിക്കാനൊന്നും പോയില്ല, ഞാൻ അവരെ ഒന്ന് കാണാൻ പോകും, അത് കടമയും കൂടിയാണ് എൻ്റെ. പിന്നെ ഈ അമ്മമാരെ എല്ലാവരും എനിക്കറിയാം, ദേ ആർ ഗുഡ് സോൾസ്. അപ്പോൾ അവർ ഈ രാഷ്ട്രീയ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ പിടി വീണില്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല കരുണയുള്ള അമ്മമാരാണ്. അപ്പോൾ സന്തോഷമുണ്ട് അങ്ങനത്തെ ആൾക്കാർ വരണേൽ നിൽക്കണേലൊക്കെ. വേടൻ്റെ ടൂള് പാട്ട് തന്നെയാണല്ലേ? തീർച്ചയായും. അതല്ല നാളെ ഒരു 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 നിയമസഭയിലേക്ക് മത്സരിക്കാൻ, MLA സീറ്റ് മത്സരിക്കുന്ന മത്സരിക്കുമോ? ഇല്ല, എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഏരിയ അല്ല അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, പിന്നെ എൻ്റെ ടൂൾ പാട്ടാണെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങനെ നിർബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ വന്നിരുന്നപ്പോൾ ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് കലാകാരൻ എന്നുള്ള ലേബൽ നഷ്ടപ്പെടും. എനിക്ക് സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ പറ്റാത്ത ലേബിൾ. ഇപ്പം തന്നെ ഞാൻ ഏതൊക്കെ ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഒരിക്കലുമില്ല. അത് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നാലെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.